നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഇന്ദ്രന്റെ വീട്ടിൽ വെച്ച് എന്നെ അപമാനിച്ചപ്പോഴും അവൻ എന്റെ മുഖത്തടിച്ചപ്പോഴും എവിടെയായിരുന്നു നിന്റെ ഈ നാവ്? ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുമായിരുന്നില്ലേ ഭാര്യയും ഭർത്താവും കൂടി? എന്താടി എന്താ മിണ്ടരുത് നീ? നിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് പറഞ്ഞോ എന്നെ തല്ലരുതെന്ന്? അല്ലെങ്കിൽ എന്നെ തല്ലിയെന്ന് ചോദ്യം ചെയ്തു ആരെങ്കിലും? ഇല്ലല്ലോ. പിന്നെ നിർത്ത്, നിന്റെ സംസാരം അതിരി വിടുന്നു. എടാ, വീട്ടിൽ വരുന്നവരെ അവമാനിക്കുന്ന മര്യാദയല്ല. പ്രായത്തിന് മൂത്തവരുടെ മുന്നിൽ എങ്ങനെ സംസാരിക്കണമെന്ന് നിനക്ക് അറിയില്ലേ? നിങ്ങൾ മിണ്ടരുത് കേട്ടല്ലോ. ആവശ്യമില്ലാത്ത കാര്യത്തിന് അഭിപ്രായം പറയാനും വരരുത്. ഞാൻ സംസാരിക്കുന്ന ഇവരോടാ. ഈ കാര്യത്തിൽ കൂടുതൽ സംസാരം വേണ്ടെന്ന് ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ട് കൂടുതൽ ഉപദേശവും ഇങ്ങോട്ടേക്ക് വേണ്ട കേട്ടല്ലോ. നമുക്കേ ഇറങ്ങാം മോളെ. അത് ശരി അച്ഛാ, ഞങ്ങൾ ഇറങ്ങുന്നു. ശരി. അങ്കിള് എന്നോട് ക്ഷമിക്കണം. ഇവിടെ സംഭവിച്ചു പോയതിനെല്ലാം വിനയേട്ടന് വേണ്ടി അങ്കിളിനോട് ഞാൻ മാപ്പ് ചോദിക്കാം. ഒന്ന് മനസ്സിൽ വെക്കരുത്. എന്താ മോളെ, നീ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. ദേ ഇവിടെ നടന്നൊന്നും വീട്ടിൽ ആരും അറിയരുത്. അതൊക്കെ ഇവിടെ വെച്ച് തന്നെ മറന്നേക്കണം കേട്ടല്ലോ. മോള് വിഷമിക്കാതെ. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അവിടെ തളരാതെ മുന്നോട്ട് പോണം. ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കും. ഇവളെ കരയാണോ? ശരി ശരി മോളെ. കുടിക്കാൻ കുറച്ച് വെള്ളം താ. ചായ ഉണ്ട്, എടുക്കട്ടെ? ആ, ചായ എടുത്തോ. അമ്മ ചായ കുടിച്ചോ? ആ, ഞങ്ങൾ ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. അമ്മാവൻ പോയിട്ടെന്തായി? എല്ലാരും ക്ഷണിച്ചോ? ആ, കാണേണ്ടവരെയൊക്കെ കണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിലാരൊക്കെ വരും? അതെനിക്കെങ്ങനെ പറയാൻ കഴിയും? എന്റെ കടമ ഞാൻ ചെയ്തു രഘു. ഇന്ദ്രന്റെ വീട്ടിൽ ചെന്ന് അവന്റെ അമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേട്ട് കാണും. നമ്മളോടൊന്നും അച്ഛൻ വിട്ട് പറയില്ലല്ലോ. ഞാനും മഞ്ചാടി ഇത്രയും നേരം ആ വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു. അമ്മാവനൊന്നും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ മുഖം കണ്ടാലറിയാം. അവിടെ അത്ര നല്ല സ്വീകരണമല്ല അമ്മാവന് കിട്ടിയെന്ന്. എന്നെ ആരും സ്വീകരിക്കണ്ട രഘു, ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ തുടക്കത്തിൽ അവഗണിക്കപ്പെട്ടാലും അവസാന നിമിഷം എല്ലാ തടസ്സങ്ങളും നീങ്ങി ഞാൻ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ഒക്കെ പോലെ എല്ലാം നടക്കാറുണ്ട്. ഇനി അമ്മാവനൊന്നും പറയണ്ട. ഇന്ദ്രന്റെ അമ്മ മാത്രമല്ല, വിനയനും അമ്മാവനെ ഏതാണ്ടൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച ലക്ഷണമുണ്ട്. അവന്റെ ഭാഗത്തും ചില ന്യായങ്ങളൊക്കെ ഉണ്ടാവില്ല രഘു. അത് അവനും ആരോടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കണ്ടേ? എല്ലാവരുടെ ന്യായവും അന്യായവും പരാതിയും പ്രതിഷേധവും ഒക്കെ ഏറ്റുവാങ്ങാന്നുള്ളത് അച്ഛന്റെ തലയിലെഴുത്താണോ? എല്ലാവരും എന്ന് പറഞ്ഞാൽ അത് ആരൊക്കെയാ വിളി? എന്റെ മക്കളുടെ ബന്ധുക്കളല്ലേ, അല്ലാതെ അന്യരൊന്നും അല്ലല്ലോ. അവർക്ക് ഓരോരുത്തർക്കും ഞാൻ മാത്രമാണ് ബന്ധു. എനിക്ക് പക്ഷേ അവരെല്ലാവരും ബന്ധുക്കളും. അവർക്കൊക്കെ എന്നോട് പറയാനുള്ളത് എന്നോട് തന്നെ പറയണ്ടേ? അത് ഞാനല്ലാതെ വേറെ ആര് കേൾക്കും? 5 പെൺമക്കളുണ്ടായിപ്പോയതിന്റെ ബുദ്ധിമുട്ട് ഇപ്പോഴാ അച്ഛൻ ശരിക്കും അറിയുന്നത്. ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഞാൻ ഇന്നുവരെ അതൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നതായി നിങ്ങക്ക് തോന്നുന്നതായിരിക്കും. എന്തായാലും അച്ഛൻ 4 പെൺമക്കളുടെ ബന്ധുക്കളെ സഹിച്ചാ മതി. എന്നെ ആർക്കും കല്യാണം കഴിച്ചു കൊടുക്കണ്ട അച്ഛാ. എന്റെ ചേച്ചിമാരെ പോലെ വല്ലവരുടെയും കീഴില് അടിമയെ പോലെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാ ഭർത്താക്കന്മാരും ഒരേപോലെയാന്ന് കരുതണ്ട മഞ്ചാടി.
നിന്റെ അമ്പിളി ചേച്ചി ഇവിടെ എന്നെ ഭരിച്ചോണ്ടല്ലേ ജീവിക്കുന്നത്. മഞ്ചാടിക്ക് വേണ്ടി നമുക്ക് അമ്മായി അമ്മ ഇല്ലാത്ത വീട്ടിൽ നിന്ന് ചെറുക്കനെ ആലോചിക്കാമാവാ. അതാവുമ്പോ വലിയ ശല്യം ഉണ്ടാവില്ല. എന്തായാലും നിന്നെ കൂടി നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകണമെന്ന് തന്നെയാ അച്ഛന്റെ ആഗ്രഹം. ഇത്തരം പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. എന്നാലും പരസ്പരം കൈപിടിച്ച് നടക്കാൻ ഒരാള് വേണം. അങ്ങനെ ഒരു കയ്യിൽ നിന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ അച്ഛന്റെ ആത്മാവിനൊരിക്കലും സ്വസ്ഥത കിട്ടില്ല. ഇന്ദ്രേട്ടാ, നാളെയാ വളകാപ്പ് ചടങ്ങ്. നമുക്ക് പോവാൻ പറ്റുമോ? എന്താ, നമ്മൾ ഉറപ്പായിട്ടും പോവും. അല്ലേ, നിനക്കെന്താ ഒരു സംശയം പോലെ? അല്ല, ഇവിടുത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോ. അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട. അമ്മ ഓരോ ദേഷ്യത്തിനും ഓരോന്ന് പറയും. ദേഷ്യം തണുക്കുമ്പോ ആദ്യം പറഞ്ഞത് അമ്മ തന്നെ ഒന്നുകിൽ തിരുത്തും, അല്ലെങ്കിൽ അങ്ങ് മറക്കും. എനിക്ക് നിന്നോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ, നീയായിട്ട് ഓരോന്ന് മനസ്സിൽ കണക്കൂട്ടി വെച്ച് അമ്മ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്നൊന്നും വിചാരിക്കരുത്. അത് കൂടുതൽ അപകടം. അപ്പോ ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഞാൻ ഓരോന്ന് കണക്കൂട്ടി പെരുമാറുന്നോണ്ടാണെന്നാണോ ഇന്ദ്രേട്ടൻ പറഞ്ഞു വരുന്നത്? അനു, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. നിനക്കും എന്നെ മനസ്സിലാവുന്നില്ലേ? നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? പിന്നെ ഇവിടെ ഞാൻ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും കുറ്റമല്ലേ ഇന്ദ്രേട്ടാ? എനിക്കത് അറിയാലോ. അതുകൊണ്ടാ പറയുന്നേ, നീ സൂക്ഷിച്ചിരുന്നോളണമെന്ന്. അമ്മയ്ക്കിപ്പോ എത്ര വയസ്സായി? പ്രായം കൂടുന്തോറും അമ്മയുടെ വാശിയും ദേഷ്യം കൂടി വരികയാണ്. ഇനിയിപ്പോ ഞാൻ വിചാരിച്ചാലൊന്നും അമ്മയെ മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ പിന്നെ നമ്മളെന്താ ചെയ്യാ? ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് വേണ്ടി നീയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. ഞാൻ ഇത്രയും കാലം അഡ്ജസ്റ്റ് ചെയ്യാതെയാണോ ഇന്ദ്രേട്ട മുന്നോട്ട് പോയത്? അല്ല, ഇതുവരെ നീ പരമാവധി വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോ നിനക്കൊരല്പം ക്ഷമക്കുറവുണ്ട്. അതൊന്ന് മാറ്റിപ്പിടിച്ചാ തൽക്കാലം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോവാം. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അപ്പോ ദയയുടെ വളകാപ്പ് ചടങ്ങിന് നമ്മൾ എന്തായാലും പോവല്ലോ അല്ലേ? ഉറപ്പായും നമ്മൾ 3 പേരും കൂടി ഒരുമിച്ച് പോയിരിക്കും. അല്ലട ചക്കരെ, നമുക്ക് പോണ്ടേ? പോയിട്ട് വരട്ടെ ചക്കരെ. ചിരിയണ്ടല്ലേ? വൈകിട്ട് വേഗം വരണേ. പോട്ടേ, പെട്ടെന്ന് വരാട്ടോ. അച്ഛൻ പോവാണോ? അച്ഛന് ടാറ്റ കൊടുത്തോ വിച്ചുട്ടൻ? നമുക്ക് വൈകിട്ട് അച്ഛൻ വന്നിട്ട് ടാറ്റ പോവണ്ടേ? അവിടെ കുഞ്ഞമ്മയെ കാണണം, ചീരിക്കുഞ്ഞമ്മയുടെ വാവകളെ കാണണ്ടേ, അവരുടെ കളിക്കണ്ടേ? നമുക്ക് വേഗം കുളിച്ച് സുന്ദരനായി ഉടുപ്പിടാവേ.